അതൊരു പ്രധാനപ്പെട്ട കാരണം ആ പ്രൊഡക്ഷൻ അത്രയും നന്നായതുകൊണ്ടാണ്. നിങ്ങളുടെ ആശയത്തെ ഏറ്റവും മനോഹരമായി, ഏറ്റവും കുറഞ്ഞ സമയത്ത്, ഏറ്റവും കൃത്യമായി നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി വരുന്ന ഒരു കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരിക്കും. 3 സംഗതിയാണ് ഇനി ആശയവിനിമയത്തിൽ ലോകത്തെ നിയന്ത്രിക്കുക. 1 ഓഡിയബിലിറ്റി എന്ന് പറയുന്നതാണ്. 2 ബ്രെവിറ്റി എന്ന് പറയുന്നതാണ്. 3 ക്ലാരിറ്റി എന്ന് പറയുന്നതാണ്. ഈ 3 സംഗതികളാണ് ABC ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനം ഈ 3 എണ്ണമായിരിക്കും ഇനി വരുന്ന ഒരു കാലത്ത്. ആദ്യമേ ഇതാണ് സാധിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ആളുകൾ കുറച്ചുകൂടി കേൾക്കാൻ മനസ്സിലുള്ള ആൾക്കാരായിട്ട് പണ്ടത്തെ ആളുകൾ കുറച്ച് ഇതൊന്നും ഇല്ലെങ്കിലും ചെവി കൂർത്ത് പിടിച്ച് കേൾക്കാൻ ശ്രമിക്കും. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, വ്യക്തത ഇല്ലെങ്കിൽ വ്യക്തത ഉണ്ടാകുന്നത് വരെ അവർ കാത്തിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ബ്രീഫ് അല്ലെങ്കിൽ എത്ര ഡീറ്റെയിൽഡ് ആണെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ ആലോചിക്കും. ഇന്നങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലമാണ്. ഒരു പത്രം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളിപ്പോൾ പത്രസമ്മേളനത്തിൽ കണ്ടാൽ, വീഡിയോകൾ കണ്ടാൽ അറിയാം, നമ്മൾ പത്രസമ്മേളനം തുടങ്ങുന്ന സമയത്ത് ഒരു 10-40 മൈക്ക് ഉണ്ടാവും. അത് ഓരോ 3 മിനിറ്റ് കഴിയുമ്പോഴും മൈക്കിന്റെ എണ്ണം കുറഞ്ഞു വരുന്നതാണ്. എന്താ കാരണം വെച്ചാൽ ആൾക്കാർ വലിച്ചു പോകണം. കാരണം വെച്ചാൽ ഇവിടെ നിന്നിട്ട് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാകുന്ന തോറും അവസാനം ആ ഒരു ഹോളിന്റെ മൈക്ക് മാത്രമേ ഇയാളെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇത് മിക്കവാറും അറിയപ്പെട്ട ആൾക്കാരുടെ പത്രസമ്മേളനത്തിൽ വരെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാവുന്ന ഒരു സംഗതി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതിന് അവരിട്ടൊരു ലിമിറ്റ് ഉണ്ട്. പണ്ട് തമാശക്ക് ഒരാൾ പറയാറുണ്ട്, ഒരാള് പ്രസംഗം ഗംഭീരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചങ്ങാതി പുറത്തേക്ക് പോകുന്നു. അയാളെ പ്രസംഗം കേൾക്കാനാവാതെ ഇഷ്ടമില്ലായിട്ട് പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങി അങ്ങനെ വന്ന് സംസാരിക്കാൻ പുറത്തു നിന്ന് സിഗരറ്റൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തരോരുത്തരായിട്ട് ഇങ്ങനെ പ്രസംഗം അടുത്തിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അവസാനം ഒരാൾ വന്നപ്പോൾ ഇയാൾ ചോദിച്ചു, അയാളത് കഴിഞ്ഞോന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞിട്ട് അയാളത് കഴിഞ്ഞിട്ട് അയാള് സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇറങ്ങിയാണ്. അപ്പൊ ഇയാളോട് ഇവർ രണ്ടാളോട് ചോദിച്ചു, അയാളുടെ പ്രസംഗം കഴിഞ്ഞോന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞൊരു വളരെ ഒരു ഹിസ്റ്ററിക്കായ മറുപടി, അയാളുടെ പ്രസംഗം 1 അരമണിക്കൂർ മുമ്പേ തീർന്നിട്ടുണ്ട്, പക്ഷെ അയാൾ നിർത്തിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ പലരുടെയും പ്രസംഗം തീർന്നിട്ടാണ് പലരും നിർത്താതെ തുടരാറുള്ളത്. കാരണം അവർക്ക് പറയാനുള്ളതൊക്കെ കഴിഞ്ഞിട്ടും, പക്ഷെ അവരാ വേദി ഒഴിഞ്ഞിട്ടുണ്ടാവില്ല, അവരെ മൈക്ക് നീട്ടിട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ അവര് പറയാൻ ആഗ്രഹിക്കുന്നത്, പറയാൻ ഉദ്ദേശിക്കുന്നത്, പറയാൻ അറിയുന്നത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പിന്നെയും ഇങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ. അവിടെയാണ് ബ്രെവിറ്റി ഉള്ള കമ്മ്യൂണിക്കേഷൻസ് ആധുനിക ഓൺലൈൻ മീഡിയകളിലൂടെ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് നിങ്ങൾക്ക് എത്ര മനോഹരമായ കാര്യങ്ങൾ പറയാം, ഏറ്റവും ചുരുങ്ങിയ സമയത്ത് നിങ്ങൾക്ക് ആളുകളുടെ അറ്റൻഷൻ എത്ര പെട്ടെന്ന് സീക്ക് ചെയ്യും, നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി എങ്ങനെ അവതരിപ്പിക്കാം, നിങ്ങൾക്ക് ഏറ്റവും കേൾക്കാവുന്ന മനോഹരമായ തരത്തിൽ നിങ്ങൾക്ക് ഓഡിയബിളായി നിങ്ങളുടെ ആശയത്തെ എത്ര സ്നേഹത്തോടെ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റും. ഈ സംഗതി ഓഡിബിലിറ്റി ഉണ്ടാവുക, അത് കേൾക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ കഴിയുന്നതുണ്ടാവുക, നിങ്ങളത് ബ്രെവിറ്റി ഉണ്ടാവുക, എപ്പോഴും അത് ബ്രീഫായി ചുരുക്കി പറയാനുള്ള ഒരു സെൻസ് ഉണ്ടാവുക. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ പറയുന്ന ഓരോ വിഷയങ്ങളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഓരോ ആശയങ്ങളിലും ക്ലാരിറ്റി ഉണ്ടാകുന്നിടത്ത് നമ്മൾ ജയിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം.